ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ അല്ലേ വന്നിട്ടുണ്ടാവും പ്ലസ് വൺ കെമിസ്ട്രി എക്സാം എങ്ങനെയായിരിക്കും അല്ലേ? അതാണ് നിങ്ങളുടെ ചോദ്യം ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾ തമ്പനയിലിൽ കണ്ടതും അതായിരിക്കും. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കെമിസ്ട്രിയുടെ ഫാക്കൽറ്റി നമ്മുടെ കലീൽ സാർ നമ്മുടെ കൂടെ ഉണ്ട്. അതിന് തൊട്ട് മുമ്പ് പക്ഷേ ഈ ഒരു ചോദ്യത്തിന് കറക്റ്റ് നമുക്കൊരു ആൻസർ കൊടുക്കണം. +2 എക്സാമിൽ എന്ത് സംഭവിച്ചു? കെമിസ്ട്രിക്ക് +2 എക്സാം ഇല്ലേ, കഴിഞ്ഞ എക്സാം ഇല്ലേ, അതിൽ ശരിക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കണം. +1 എക്സാമിൽ എന്ത് ശ്രദ്ധിക്കണം, ഇതും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ +2 കെമിസ്ട്രിന്റെ എക്സാമിൽ സാർ എക്സാക്ട്ലി എന്താണ് സംഭവിച്ചത്? അതായത് +2 എക്സാം കഴിഞ്ഞ 10-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പൊ 10-ാം തീയതി ഏകദേശം 4 മണിയായതോടുകൂടി എക്സാം കഴിഞ്ഞ് കുട്ടികളൊക്കെ പുറത്തിറങ്ങി. അപ്പൊ മുതൽ എനിക്ക് ഫോൺ വരികയാണ്, എന്താ സാറേ പോയി കെമിസ്ട്രി പോയി, സാറേ പോയി, എല്ലാം പോയി. അതായത് വൈകുന്നേരം കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്ന് ഒരു ഫോൺ വിളിച്ചിട്ട് ഏകദേശം 2 മണിക്കൂറോളാണ് പല വിദ്യാർത്ഥികളും എന്ത് ചെയ്തത്, ഫോൺ വിളിച്ചത്. മെസ്സേജ് വേറെ വന്നിട്ടുണ്ട്. അപ്പം എന്തോ കുട്ടികളൊക്കെ ആകെ വെറീഡാ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്ത് എടുത്തു നോക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ ഫസ്റ്റ് നോട്ടത്തില് എനിക്കും തോന്നി എന്ത് ടഫാണ്. പക്ഷെ അത് ഞാനൊന്ന് ഇരുത്തി വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അതിൽ എന്ത് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. സംഭവം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ സാധാരണ അതായത് കൊറോണയ്ക്ക് ശേഷം വരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ഡയറക്റ്റ് ചോദിക്കുന്ന ഒരു മെത്തേഡ് ആയിരുന്നു. പക്ഷെ അത് +2 ഇപ്രാവശ്യം എന്ത് ചെയ്തു, ജസ്റ്റ് അതായത് കഴിഞ്ഞ കൊല്ലം മുതലേ ആ ഒരു പാറ്റേൺ ചേഞ്ചിലേക്ക് ഇങ്ങനെ. കാരണം കഴിഞ്ഞ കൊല്ലം +1 എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര കൊലാളായിരുന്നു, എക്സാം ഭയങ്കര ടഫായി. പക്ഷെ എന്ത് സംഭവിച്ചത്, നമ്മൾ മോഡൽ എക്സാമിന് പോലും എന്ത് ചെയ്തില്ല, ഇങ്ങനെ ഒരു മോഡൽ എന്ത് ചെയ്തില്ല, പുറത്തേക്ക് വന്നില്ല. ഇങ്ങനെ ചോദിക്കേണ്ട ചോദ്യം അങ്ങനെ ചോദിച്ചു. അതാണ് സംഭവിച്ചത്. അതായത് ഒരു കുട്ടി +1 കഴിഞ്ഞ 2 കൊല്ലത്തെ പബ്ലിക് എക്സാം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് കെമിസ്ട്രി. മോഡൽ എക്സാമോ അതിനേക്കാൾ ഈസി. അപ്പം അതൊക്കെ വെച്ച് ആ ഒരു എന്താ വെച്ചാൽ ആ ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് എക്സാം ഹാളിലേക്ക് പോകുന്നത്. കിട്ടും, ഫുൾ മാർക്ക് അടിക്കാം എന്നുള്ള കുട്ടികളാണ് പോകുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോ ക്വസ്റ്റ്യൻ കണ്ടപ്പോ കുട്ടികൾ എന്ത് ചെയ്തു, ശരിക്കും ധരിച്ചു. അതെ, ഒരുപാട് കുട്ടികൾ ഇപ്പൊ നമുക്ക് റാൻസിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് കുട്ടികളുണ്ട്, സാറേ പിന്നെ കെമിസ്ട്രി കയ്യിൽ നിന്ന് പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളേ. അതിൽ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല. കാര്യം ഇപ്പൊ എല്ലാരും ടഫാണ്, എല്ലാരും ടഫാണ്. അതിന് വലിയ രസമുണ്ട്. ഈ പോയി എന്ന് പറഞ്ഞാലൊക്കെ എന്താ പോയത് അറിയോ, ഫുൾ മാർക്ക് പോയി എന്നാ പറഞ്ഞത്. അതായത് ഒരു കാര്യം പറഞ്ഞു. പക്ഷെ ഇപ്പൊ റാൻസിന്റെ വീഡിയോ ഇപ്പൊ നമ്മൾ ചെയ്തു, റാൻസിന്റെ ലൈവ് ഉണ്ടായിരുന്നു. അറൌണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് 21 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ എക്സാക്ട് സാധനം വന്നിട്ടുണ്ടെങ്കിലും നമ്മളത് അവകാശപ്പെടാത്ത എന്താന്ന് വെച്ചാൽ സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നത്. പക്ഷെ ചോദിച്ച രൂപ ഇങ്ങനെ ചോദിക്കണവരൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ നമ്മളത് കുട്ടികളെ പറ്റിക്കുന്ന പോലെ ആവുമെന്ന് നമുക്കൊരു ഫീലിംഗ്. കാരണം നമ്മൾ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സാധനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് A+B എന്ന് പറഞ്ഞത് തിരിച്ച് B+C A ആണെന്ന് പറയാനുള്ളൊരു ചിന്ത നമുക്ക് ആ പരീക്ഷ ആ 1.5 മണിക്കൂറിൽ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ വരണം. അവിടെ മിസ്സായി പോയതാണ് എന്ത്, +2 എക്സാമിൽ എന്ത് സംഭവിച്ചു. ഇതിലേക്ക് +2കാരെക്കാളും കൂടുതൽ ചോദിച്ചത് +1 സാറേ +2 ടഫായി, അതുകൊണ്ട് +1 ടഫ് ആവുമെന്നല്ലേ. ശരിക്കും നമ്മൾ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ +1 എക്സാമിൽ എന്ത് ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടെ പറയണം, പിന്നെ +2 എക്സാമിൽ ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ടഫാന്ന് പറയുമ്പോൾ ശരിക്കും എന്ത് വരും, ലിബറൽ വാല്യുവേഷൻ വരും. പക്ഷെ ലിബറൽ വാല്യുവേഷൻ ലിബറൽ ആണെങ്കിലും കുട്ടീനെ സംബന്ധിച്ച് എന്താണെന്നറിയോ, എക്സാക്ട് എഴുതിയനല്ലേ മാർക്ക് കിട്ടേണ്ടത്. ബാക്കി കിട്ടുന്നതൊക്കെ ശരിക്കും ഗവൺമെന്റ് വെറുതെ തരുന്ന, അതിലൊന്നും ഒരു ശരിക്കും ഒരു ക്വാളിറ്റി ഇല്ലാന്ന് തന്നെ. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് പഠിക്കണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരണം എന്നുള്ളതാണ് ഓരോ അധ്യാപകരുടെ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാല് നീറ്റ് JEE ഒക്കെ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ CUT എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും. അതായത് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തിട്ട് A ഗ്രേഡിലേക്കുള്ള മാർക്ക് എല്ലാവർക്കും ഉണ്ട്, A+ലേക്ക് A+ഉം കിട്ടും. പക്ഷെ ഫുൾ മാർക്ക് എന്നുള്ള ഒരു കടമ്പ അത് ചിലപ്പോ എന്തായിരിക്കും, അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചു മാഷെ, അതായത് കെമിസ്ട്രി എക്സാമിൽ ഫസ്റ്റ് 1-2 ക്വസ്റ്റ്യൻ ആണ് ടഫ് ആയത് ബേസിക്കലി. പക്ഷെ നമ്മളെ കോൺഫിഡൻസ് പോവാൻ ആ 1-2 ഞാൻ ഇംഗ്ലീഷിന്റെ എക്സാം എഴുതുന്ന സമയത്ത് കുട്ടികളോട് പറയുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഫസ്റ്റ് ഉള്ള ആ ക്വസ്റ്റ്യൻ ഉണ്ടാവൂലേ, നിങ്ങൾ അതിൽ ഒരുപാട് സമയം എടുത്തുകാണ്ട് ഭയങ്കര അവിടെ നമുക്ക് ഹെവി ഫീൽ വന്നാല് നമുക്കൊരു ബേർഡൻ തലയിൽ വെച്ച പോലെയാണ്. അതാണ് ഇപ്രാവശ്യം 1 മാർക്കിനും 2 മാർക്കിനും ക്വസ്റ്റ്യനിലാണ് ഈ പ്രശ്നങ്ങൾ പറഞ്ഞത്. അതായത് ഇങ്ങനെ ചോദിക്കേണ്ടവരെ ഇങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ അത് കണ്ടപ്പോ എല്ലാവരും ബ്ലാങ്ക് ഔട്ട്, അയ്യോ പോയി, കംപ്ലീറ്റ് ഔട്ടായി. പിന്നെ തിരിച്ചെത്തിയപ്പോത്തിന് ഇവിടെ സ്റ്റോർ ചെയ്ത സാധനങ്ങൾ അത് യൂസ് ചെയ്യാത്ത സാധനം ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി +1 ഇപ്പൊ നമ്മൾ +1 കുട്ടികളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. +2 ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ വന്നിരുന്നു. അതുകൊണ്ട് സർ ഇനി +1 എക്സാമിൽ കെമിസ്ട്രിയിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് +1 എക്സാം സിമ്പിൾ ആയിരിക്കും.
അത് ഞാൻ പറയാം. അതെ, സിമ്പിൾ ആയിരിക്കും, പ്രെഡിക്റ്റഡ് ആണ്, സിമ്പിൾ ആയിരിക്കും. പക്ഷെ ഇനി നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് സാർ ഇത് ടഫാണെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മളിപ്പോ ലൈവിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾ എന്താണെന്ന് അറിയോ, ജസ്റ്റ് വാച്ചിങ് മാത്രമാണ്. പക്ഷെ നിങ്ങളൊക്കെ റെക്കോർഡിൽ പറയുന്നുണ്ട്, ലൈവ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട്ബുക്കും പേനയും കയ്യിലെടുത്തിട്ട് ഇരിക്കണം അല്ലേ. ഇത് മക്കൾ തീരെ ശ്രദ്ധിക്കണില്ല. ഒരു ജസ്റ്റ് വാച്ച് ചെയ്യുക, അത് മാത്രമാണോ? വാച്ചിങ്ങിൽ മാത്രം ഒരു കാര്യമില്ല. അതെന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ കേറും, ഇങ്ങനെ പോകും. നമ്മളെല്ലാരും പറയുന്ന ഒരു സാധനം, ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടും. നമ്മൾ എഴുതി പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. അതാണ്. ഒന്ന് ക്യാമറ നോക്കി എല്ലാവരോടും ഒന്ന് പറയട്ടോ, നിങ്ങൾ എഴുതി പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ പല രൂപത്തിലും ചോദിക്കാൻ സാധ്യത ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് പരീക്ഷ ടഫ് ആണല്ലേ, നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതിന്റെ വിഷയമാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒരു മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് അറിയണതൊക്കെ എഴുതുക. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ടഫാണ് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർന്ന്. അതായത് നമുക്ക് അറിയുന്നത് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തത് ഓർഡറിലൊന്നും എഴുതുന്ന ഒരു നിർബന്ധമില്ല, നമ്മൾ വൃത്തിക്ക് എഴുതി കൊടുത്താൽ മതി. ഇതിനെ സംബന്ധിച്ച് നമ്മൾ മക്കളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള അത് ആദ്യം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ആ സാധനം പേപ്പർ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ടീച്ചർക്ക് തോന്നണം ഇതിൽ എന്തൊക്കെയുണ്ട്, മാർക്ക് വീയാൻ തോന്നണം. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയാൻ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല്, ഒന്നാമത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം സാറേ, എഴുതി പഠിക്കുന്ന വേണം അല്ലെ. ഒന്ന് എഴുതി പഠിക്കണം, റൈറ്റ് ചെയ്ത് കണ്ട് പഠിക്കണം. നമ്മൾ ശരിക്ക് ബി.എഡിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു LSRW എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. LSRW ഇതില് ഒന്ന് ലിസണിങ് കൊണ്ട് മാത്രം കാര്യമില്ല ഒരു കുട്ടിക്ക്. അടുത്ത ഏതാണ് പറ, സ്പീക്കിംഗ് അല്ലെ. നമ്മൾ പഠിച്ചതൊന്നും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് പറഞ്ഞു പഠിക്കണം. മൂന്നാമത്തെ റീഡിങ് അല്ലെ. റീഡിങ് ഒന്ന് സ്പീക്കിംഗ് ആണ്, മറ്റൊന്ന് റീഡിംഗ് ആണ്. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ കിട്ടാത്ത ഏരിയ നമ്മളൊന്ന് വായിച്ചു നോക്കുക. ദെൻ ഫൈനലി ഇതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ LSRW റൈറ്റിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പക്ക എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം അറിയാം, എഴുതി പഠിക്കേണ്ട സംഗതികൾ എഴുതി പഠിച്ചേ പറ്റൂ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കോൺഫിഡന്റ് ആയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട സാധനം മക്കൾ എഴുതി പഠിക്കുന്ന വേണം, അതായത് വായിച്ചു പോയിട്ട്. ഇന്നത്തെ രാത്രിക്കത്തെ ലൈവ് തന്നെ ഒരു പേപ്പറും പെന്നും മുന്നിൽ എടുത്തു വെച്ച് ഒരു ക്വസ്റ്റ്യൻ സാർ പറയുമ്പോ തന്നെ അതിന് ആൻസർ എഴുതിക്കോണം. ആൻസർ സാർ പറയുമ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞത് ക്രോസ് ചെക്കിങ് വരണം. അതാവുമ്പോ നമുക്ക് എന്താ കോൺഫിഡൻസ് ബിൽഡ് ആവും, കാരണം എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ശ്രദ്ധിക്കണം ഈ ചോദ്യത്തിന് ആൻസർ ആയിട്ടാ പറയുന്നത്, ക്വസ്റ്റ്യൻ ഇരുത്തി വായിക്കണം എന്ന് പറയുന്നതാണ് അല്ലെ മാഷെ. ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, മക്കൾ എന്ത് ചെയ്യണം അറിയോ, ഇരുത്തി വായിക്കണം. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യണം, ശരിക്കും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അങ്ങനെ പറയാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഉണ്ടാവൂലേ. ഇത് ശരിക്കും എല്ലാവരും എന്താ പറയുക, ഒരു ബേജാറിനോട് നോക്കിയിട്ട് ആണ് സ്കിപ്പ് ചെയ്ത് ഇത് കിട്ടൂല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില്. അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ 2-3 തവണ ഇരുത്തി വായിക്കണം എന്നുള്ളത് നമ്മൾ ഇതിന്റെ മുന്നൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എന്ത് ചെയ്യണം, മക്കളൊന്ന് ഇരുത്തി വായിച്ചേ പറ്റൂ എന്നുള്ളതാണ് രണ്ടാമത്തെ നിങ്ങൾ ഈ ഒരു കെമിസ്ട്രിന്റെ എക്സാമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മൂന്നാമത് എന്താ മാഷെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മൂന്നാമത് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഡൻസ് ഈസി അല്ല, കോൺഫിഡന്റ് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം എഴുതി വെക്കണം എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി നാലാമത്തത് എങ്ങനെയാണ് സാറേ, കെമിസ്ട്രിയിലെ ഏത് ഏരിയാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്? കെമിസ്ട്രിയിലെ ഏരിയ എന്ന് പറഞ്ഞാൽ 9 ചാപ്റ്റർ ആണ് +1 കെമിസ്ട്രിയിലുള്ളത്. അതിൽ 9 എണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ചാപ്റ്റേഴ്സാണ് പറയുന്നത്. ഒന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റം, രണ്ടാമത്തെ ചാപ്റ്റർ. അതെ, സ്ട്രക്ചർ ഓഫ് ആറ്റം രണ്ടാമത്തെ ചാപ്റ്റർ. പിന്നെ 5ാമത്തെ ചാപ്റ്റർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അത് ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്തു ഈ ചാപ്റ്റർ, ഇക്വിലിബ്രിയം. പിന്നെ അത് കഴിഞ്ഞ് 8ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കുറച്ച് ടഫാന്നൊക്കെ കുറെ ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കുട്ടികൾക്ക് ഈസി ആയിരിക്കും. ഓർഗാനിക്കിൽ വളരെ സിമ്പിളാ, കുറച്ച് നെയിമിംഗ് ഉണ്ട്. ആ നെയിമിംഗ് ഓൾറെഡി 10ാം ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ടുകൊണ്ട് കുറെ കോൽക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ ന്യൂക്ലിയോഫിലിക്, ഇലക്ട്രോഫിലിക് എഫക്ട് അല്ല, ന്യൂക്ലിയോഫിലിക് ആൻഡ് ഇലക്ട്രോഫിലിക് ആ റിയേജന്റിനെ കുറിച്ച് പഠിക്കണം. പിന്നെ അതുപോലെ അതിൽ കാർബോ കാറ്റയോൺ, കാർബോ ആനയോൺ, കാർബോ ഫ്രീ റാഡിക്കിൾ, അതുപോലെ ഹോമോലിസിസ്, ഹെട്രോലിസിസ്, പിന്നെ 4 ഡിസ്പ്ലേസ്മെന്റ് എഫക്ട്. 4 ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം അതിൽ വരും, അതിനൊരു ക്വസ്റ്റ്യൻ ഉറപ്പാ. പക്ഷെ അത് ഒരു പക്ഷേ ചോദ്യം വരുന്ന രീതി മാറിയേക്കാം. എക്സാമ്പിൾ തന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ആ എഫക്ട് ഉണ്ടാക്കാത്ത രീതിയിലൊക്കെ ചോദിക്കാം. ഇപ്രാവശ്യം മോഡൽ എക്സാമിന് ചോദിച്ച അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈഥൈൽ കാറ്റയോൺ, പല കുട്ടികൾ ആൻസർ ചെയ്തില്ല. കാരണം എന്താ,
ഹൈപ്പർ കോൺജുഗേഷൻ കുട്ടികൾക്ക് അറിയാം, പക്ഷെ അതിന് എക്സാമ്പിൾ ആണ് ഈതേൽ കാറ്റയോൺ എന്ന് പലർക്കും അറിയാത്ത വിഷയമാണ്. ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പ്ലസ് ടുവിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത് ഒരു കാര്യം കൂടെ കണ്ടത് എന്താന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഇൻട്രോയിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, മൈന്യൂട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, പ്ലസ് ടുവിൽ ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അതാണ്. അപ്പൊ ശരി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇൻട്രോയിൽ സ്കിപ്പ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഏതായാലും പഠിക്കാനിരിക്കുമ്പോ തിയറി കംപ്ലീറ്റ് തറോ ആക്കി പഠിച്ചോ. നാളെ ഉച്ചക്ക് പരീക്ഷ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് കെമിസ്ട്രി ഫുള്ള് സെറ്റ് ആയിട്ട് പോകണം. പിന്നെ ലാസ്റ്റത്തെ ഹൈഡ്രോ കാർബൺ 9ാമത്തെ ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ ഓൾസോ. പിന്നെ അതുപോലെ കെമിക്കൽ ബോണ്ടിങ് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഇന്ന് ലൈവില് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇന്ന് വെരി ഫോക്കസ് ചെയ്ത് കണ്ടുള്ള നമ്മൾ ഒരു 9 ചാപ്റ്റേഴ്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4, 5, 6 അല്ലെ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. 7, 8 അല്ലെ, 9 നമുക്ക് എന്താ ശരി A+ അല്ല നമ്മളെ ലക്ഷ്യം. ഇതിൽ ഒന്നാമത് ഫസ്റ്റ് പ്രൈം പ്രയോറിറ്റി കൊടുക്കുന്ന ചാപ്റ്റർ ഏതാ സാർ? ഞാൻ ഹൈഡ്രോ കാർബൺ. അത് നിങ്ങൾ എന്തായാലും ചോദിക്കുന്നുള്ള. ഇതിന് ശേഷം ഒരു എത്ര മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം? ഒരു 7 to 8 മാർക്ക് നമ്മൾ ഇതിന്റെ ഒരു ചാപ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ എത്ര മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്? 8 മാർക്ക്. അതായത് ഈ 2 ചാപ്റ്ററിന് 16 മാർക്ക്. ആകെ 40ലാണ് മാർക്ക് വരുന്നത്. അതിൽ 60ലാണ് മാർക്ക് വരുന്നത്. അതിൽ തന്നെ 16 മാർക്ക്. അതായത് ഈ 2 ചാപ്റ്റർ ക്ലിയർ ചെയ്താൽ പിന്നെ പാസ് ആവാൻ 2 മാർക്ക് മതി അല്ലേ. പിന്നെ നമ്മൾ തേർഡ് പ്രയോറിറ്റി ഇക്വിലിബ്രിയം ഇതേ മാർക്കിന് നമ്മൾ ഇതിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു 8 മാർക്ക് ഇതിന്ന് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഫോർത്ത് പ്രയോറിറ്റി കൊടുക്കുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റം. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. അപ്പൊ ശരിക്കും പഠിക്കുന്ന സമയത്ത് ഇനി ഒരു പാറ്റേൺ വെച്ച് പഠിച്ചാൽ തന്നെ ബോണ്ടിങ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് അതുപോലെ ഓൾമോസ്റ്റ് ഒരു 7-6 മാർക്ക്. ഒരു 7 മാർക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് പിന്നെ റിഡോക്സ് റിയാക്ഷനും ക്ലാസിഫിക്കേഷനും, അത് റിഡോക്സ് 5 മാർക്ക്, അതുപോലെ ക്ലാസിഫിക്കേഷനും ഒരു 5 മാർക്ക്. പക്ക തിയറി ചാപ്റ്റേഴ്സ് ആണ് ഈ റിഡോക്സ്, സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. ശരിക്കും 8 ചാപ്റ്റർ ആയത്. 9ാമത്തെ ചാപ്റ്റർ ഏതാ? 8 ചാപ്റ്റർ ആയിട്ടുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ട്. ഹൈഡ്രോകാർബൺ, ഓർഗാനിക്, സ്ട്രക്ചർ ഓഫ് ആറ്റം, സം ബേസിക് കോൺസെപ്റ്റ് വിട്ടുപോയതാ. അതായത് ഒരിക്കലും അതായത് തെർമോ കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കേണ്ടത് സം ബേസിക് ആണ് കേട്ടോ. തെർമോ കഴിഞ്ഞാലേ അതായത് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7th പ്രയോറിറ്റി കൊടുക്കേണ്ടത് ശരിക്കും സം ബേസിക് കോൺസെപ്റ്റ് ആണ്. ദെൻ 8th 9th നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചിട്ട് മക്കളെ ശരിക്കും കേട്ടോ പക്ക നമ്മള് ഇപ്പൊ ഞാൻ ശരിക്കും ഇംഗ്ലീഷ് എടുക്കുന്ന ആളാ. ഞാൻ പോലും കെമിസ്ട്രീനെ കുറിച്ചൊക്കെ ഇത്രയും ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് ടഫ് ആയി എന്നുള്ളത് ഒരുപാട് കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടാണ്. അപ്പൊ മക്കളെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫോക്കസ് ചെയ്തൊന്ന് പഠിക്കൂട്ടോ, ശ്രദ്ധിക്കണേ. ഈ ഒരു ഓർഡറിൽ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ഓർഡർ വെച്ചിട്ട് തന്നെ അതായത് നമ്മൾ ഇതിൽ എന്ത് ചെയ്തു, ഇക്വിലിബ്രിയം, അതുപോലെ ഹൈഡ്രോ കാർബൺസ്, സം ബേസിക് കോൺസെപ്റ്റ്, അതുപോലെ ഒരു ചാപ്റ്റർ ഈ 3 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള 6 ചാപ്റ്റർ ആണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, പിന്നെ ഇതുണ്ട് തെർമോഡൈനാമിക്സ്, ബോണ്ടിങ്, റിഡോക്സ്, ക്ലാസിഫിക്കേഷൻസ് പോലത്തെ 6 ചാപ്റ്റേഴ്സ് ആയിട്ട് ലൈവിൽ ഉണ്ടാവും. അപ്പൊ വീണ്ടും പറയാനുള്ളത്, എഴുതി പഠിക്കേണ്ട കാരണത്താൽ നിങ്ങൾ നോട്ട്ബുക്കും പേനയും നിങ്ങളെ കയ്യിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ലൈവിന്റെ സമയത്ത് നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം. റിലാക്സ് ചെയ്ത് കാണുക, റിലാക്സ് ചെയ്തതിന് കൂടുതൽ എഴുതി നമ്മൾ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്തിന് ആൻസർ എന്ത് ചെയ്യണം ഇവരൊക്കെ. നമ്മൾ കാര്യം ബാക്കിയുള്ള ചാനൽ പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയല്ലേ ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ PPT എടുത്ത് നോക്കും. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത്, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് ഒരു ചാപ്റ്റർ എടുത്ത് അങ്ങനെ അതായത് നമ്മൾ കുറേ ലൈവ് സീരീസ് കൊടുക്കുന്നില്ല. ആവശ്യമുള്ള ലൈവ് സീരീസ് വളരെ ചുരുങ്ങിയ സമയത്ത് ഏറ്റവും എഫക്റ്റീവ്. അതായത് ഞാൻ പറയുന്നുണ്ട് പ്ലസ് 2 കെമിസ്ട്രിയിൽ നമ്മൾ 21 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാ വന്നിട്ടുള്ളത്. 21 ക്വസ്റ്റ്യൻ ആകെ നമ്മൾ കൊടുത്തത് 4.5 ഹവേഴ്സിന്റെ ലൈവ്, 2 ദിവസം കൊണ്ട് 4.5 ഹവേഴ്സ് ലൈവ് കൊടുത്തത്. ആ 4.5 ഹവേഴ്സിൽ നമ്മൾ 21 ക്വസ്റ്റ്യൻസ് നമ്മൾ വന്ന സെയിം സാധനം വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയ കാരണത്താൽ കുട്ടികൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും എന്തിനല്ല ഞങ്ങൾ പറഞ്ഞ അതുപോലെ വന്നു എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ടുകാണ്ട് ഒരു അല്ലെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞതന്നെ വന്നിട്ടുള്ളതൊക്കെ, പക്ഷെ അത് ഈ ഒരു ലെവലിൽ വന്നു എന്നുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈവിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട, എഴുതി പഠിക്കണം, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഉത്തരം എഴുതിക്കാണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് പറയാനുള്ളത്, ഒരു ക്വസ്റ്റ്യനും ലാസ്റ്റ് നമ്മളുണ്ടല്ലോ
ഒരു അരമണിക്കൂർ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, നമ്പർ ഇട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യനും ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും എല്ലാതും അറ്റംപ്റ്റ് ചെയ്തോണം. ഇൻ കേസ് ഏതെങ്കിലും ഒന്ന് ഔട്ട് ഓഫ് സിലബസ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ പോയി ടെൻഷൻ പിന്നെ ടെൻഷൻ അടിക്കേണ്ടി വരും. മാക്സിമം എഴുതുക. അതായത് ഞാൻ കുട്ടികളോട് ഓഫ്ലൈൻ സെന്റേഴ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പരീക്ഷയ്ക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്ന ആ പേപ്പറിന്, ആ പേപ്പർ നിങ്ങൾ എഴുതുമ്പോൾ പേപ്പർ കനം തൂങ്ങിക്കോട്ടെ. എന്തിനാ നിങ്ങളെ പോക്കറ്റിനെടുത്ത് കൊടുക്കുന്നല്ലോ, നമ്മൾ ഓൾറെഡി കൊടുത്ത പൈസ. അതെ, ഗവൺമെന്റ് അതിന് പേപ്പർ നമുക്ക് അയക്കുന്നുണ്ട്. ആ പേപ്പർ കനം തൂങ്ങട്ടെ. കനം തൂങ്ങുമ്പോ തന്നെ ടീച്ചർ അതിനുള്ളിൽ എന്തുകൊണ്ട് വിശ്വസിച്ചോളൂ. പിന്നെ നമുക്ക് വൃത്തിക്ക് എഴുതി കൊടുക്കുക, അതൊക്കെയാണ് പറയാനുള്ളത്. പ്രസന്റേഷൻ ഷുഡ് ബി വെരി നീറ്റ്. നിങ്ങളെ പ്രസന്റേഷൻ കാര്യം, നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾ ടീച്ചറിന് അറിയാം. പക്ഷെ പുറമേ നിന്ന് ഒരാൾ നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ അറിയില്ല. നിങ്ങളെ പേപ്പർ നോക്കിയിട്ടാണ് നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങൾ പഠിക്കുന്ന രീതി, ഒരു മനുഷ്യന്റെ സ്വഭാവം പോലെ മനസ്സിലാക്കൽ ഹാൻഡ് റൈറ്റിംഗ് എന്നാ പറയുക. അപ്പൊ നിങ്ങളെ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പൊ ഈ ഒരു സെക്കൻഡിൽ മാറ്റാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ പ്രസന്റേഷൻ ഉണ്ടാവില്ലേ, അത് വളരെ അടിപൊളിയായിട്ട് ചില ബോക്സ് കൊടുക്കേണ്ട സംഗതി ബോക്സിലേക്ക്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ക്വസ്റ്റ്യന്റെ ഇടയിലുണ്ടല്ലോ, നമ്മൾ 2 ക്വസ്റ്റ്യൻ, ഐ മീൻ ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് ഇടയിൽ ഒരു 4 വരി ഗ്യാപ്പ് വിടുക. അത് എന്തിനാന്ന് വെച്ചാല് രണ്ടുണ്ട് ഉപകാരം. ഒന്ന്, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ മറ്റ് പലതും എഴുതുന്ന ഇടയിലായിരിക്കും ഇതിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ഓർമ്മ വരിക, അഡീഷണൽ അവിടെ എഴുതി ചേർക്കാനുള്ളത്. ഇനി അതല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, അത് 2 ക്വസ്റ്റ്യൻ തമ്മിൽ എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ടീച്ചർക്ക് കാണാൻ പറ്റും. അത് ഏറ്റവും നല്ല ഐഡിയ. മറ്റേ വൃത്തിക്ക് മാർക്ക് വീയും ചെയ്യും. കാണുന്ന ടീച്ചർക്ക് അത് ഭയങ്കര ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. രണ്ടുണ്ട് ഉപകാരം. അതായത് നമുക്ക് എഴുതി ചേർക്കാനും പറ്റും. മാർക്ക് നമ്മളിപ്പോ പേപ്പർ നോക്കുന്ന ആളുകളാണല്ലോ, അപ്പൊ നമ്മൾ കറക്റ്റ് അറിയാൻ പറ്റും. നീറ്റ്നെസ് ഷുഡ് ബി വെരി ഇമ്പോർട്ടന്റ് ഇൻ യുവർ ആൻസർ ഷീറ്റ് എന്നുള്ളതാണ്. മാക്സിമം എന്ത് ചെയ്യുക, വൃത്തിക്ക് എഴുതുക. നിങ്ങളുടെ മാക്സിമം പെർഫോം. നമ്മളിപ്പോ ഒരു ഡാൻസ് അറിയുന്ന ആളാണെങ്കിൽ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യുന്നത് പോലെ നമ്മൾ പഠിച്ച വിദ്യാർത്ഥിയാന്നുള്ളത് നമ്മൾ കാണിക്കണം നമ്മുടെ ആൻസർ ഷീറ്റിലാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിൽ നിങ്ങൾ ആരാണെന്ന്. അതായത് ഇപ്പൊ സാറ് ഡാൻസ് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഡാൻസ് കളിക്കുന്ന പോലെയാലും ഈ പാട്ട് പാടുന്ന ഒരാളാണെങ്കിലും ഫസ്റ്റ് പോയിട്ട് ചെക്ക് ചെയ്യല്ലോ, സൗണ്ട് ചെക്ക്. അതുപോലെ നമ്മൾ ചെക്ക് ചെയ്യണം, റൈറ്റ് ചെക്ക് ചെയ്യണം. ഞാനൊരു ഉദാഹരണം കേറി കത്തി കയറി ടൈമില്. അപ്പൊ ശരി കല്ലു സാറേ, നമ്മൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടിക്കാണ് കേട്ടോ. പക്ഷേ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളത്തെ പരീക്ഷ സിമ്പിൾ ആയിരിക്കും. കഴിഞ്ഞു വന്നിട്ട് ഇത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ അടിപൊളിയായിട്ട് എഴുതാം. അതായത് ബി കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പോവാ. ഒരു പേടി വേണ്ട. ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടൂല. നമ്മൾ പഠിച്ചോ നമുക്ക് കിട്ടും. നമ്മൾ പഠിച്ചിരിക്കും, വേറെ കാര്യം. പഠിപ്പിക്കാൻ ഞങ്ങളുള്ളപ്പോ നിങ്ങൾ എന്തിനു പേടിക്കണം കേട്ടോ. നോ ടെൻഷൻ. സോ ബി ഹാപ്പി, ഹേ ഡിയർ, ഡോണ്ട് ഫിയർ, ബിക്കോസ് വി ആർ ഹിയർ. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. സീ യു ദേർ.